ഹജ്ജിൻ്റെ വേളയിൽ മിനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് അത്തറിൻ്റെ മണം വന്നു. സ്വാഭാവികമായി ഞാൻ പോയി ചോദിച്ചു, ഇത് കളവല്ലട്ടോ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് കളവ് പറഞ്ഞാൽ അവൻ ഒരു നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾക്ക് വിഷമുണ്ടാകാൻ വേണ്ടി ഹബീബിന്റെ പേര് കളവ് പറയൂല. പോയപ്പോ അത്തറിന്റെ മണം. അപ്പോ ഞാൻ ചോദിച്ചു, ആരാണ് അത്തർ ഉപയോഗിച്ചത്? നിങ്ങൾക്കറിയാം, ഹജ്ജിനോ ഉംറയ്ക്കോ ഇഹ്റാം കെട്ടിയാൽ അത്തർ ഉപയോഗിക്കാൻ പാടില്ല, എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, കുറെ കണ്ടീഷൻസ് ഉണ്ട്, നിഷിദ്ധമാണ്. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല, പെണ്ണുങ്ങൾ പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ കുറെ ഷൗട്ട് ചെയ്തു. അവരാരും ആരാന്ന് പറഞ്ഞില്ല. എന്റെ റസൂലുള്ളാഹി ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ട് അല്ലേ? ഹബീബ് ഇത് കേട്ട് കിടക്കുന്നുണ്ട്. ഹബീബ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കളവാണെങ്കിൽ റസൂൽ തന്നെ ചവിട്ടും. ഞാൻ നിസ്കരിക്കാൻ ഒതുണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു കാര്യം പറയണ്ട. അപ്പോഴും ആ മണുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? നിങ്ങൾ നേരത്തെ വന്ന് ചോദിച്ചില്ലേ ആരാണ് അത്തർ ഉപയോഗിച്ചതെന്ന്? പൊന്നു ഹബീബിങ്ങളെ, വിവരമില്ലാത്തതുകൊണ്ടും ദേഷ്യം കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ആ ഉമ്മാനെ വീണ്ടും ചീത്ത പറഞ്ഞു, നിങ്ങളാണ് അത്തർ ഉപയോഗിച്ചതല്ലേ? ക്ലാസ് എടുത്തന്നല്ലേ നിങ്ങൾക്ക്? ആ ഉമ്മയങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞു, അത്തർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഞെട്ടി. പിന്നെന്താണ്? മുത്തു ഹബീബിങ്ങളെ, തിരുവനന്തപുരം ജില്ലക്കാരെ, നിങ്ങളുടെ ഖൽബിൽ കേൾക്കണം ഹബീബേ. ആ ഉമ്മ പറയാണ്, ദുൽഹിജ്ജ 4-ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാ ഗ്രൂപ്പിൻ്റെ അമീർമാരും ദുൽഹിജ്ജ 4-ൻ്റെ അന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ക്ലാസ് എടുക്കും. കാരണം ദുൽഹിജ്ജ 5-ന് മദീനത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടുന്ന് ഹാജിമാരെ മക്കയിലേക്ക് വിടും. 450 കിലോമീറ്റർ ദൂരെയാണ് മക്ക. 10 ദിവസക്കാലം പുണ്യനബിയുടെ നിലാവ് പൊഴിയുന്ന മദീനയിൽ നിന്ന് ഏതു മനുഷ്യനും കണ്ണുനീരോടെ ഹബീബിനോട് വിട പറയുന്നൊരു മുഹൂർത്തമുണ്ട്. ആ തണുത്ത മാർബിളിൽ ഇങ്ങനെ ഉഹദുമല താണ്ടി കടന്നു വരുന്ന കാറ്റ് കഥ പറയുമ്പോ വലത്തുഭാഗത്ത് ബഖീൽ നോക്കി നിന്ന് അവിടെ ഫാത്തിമയുണ്ട്, അവിടെ ഹസനും ഹുസൈനും ഉണ്ട്, അവിടെ ഉസ്മാൻ ഉണ്ട് റളിയല്ലാഹു അൻഹു, അവിടെ ഹലീമ ബീവി ഉണ്ട്, ഇബ്രാഹിം എന്ന മകനുണ്ട്, ഖദീജയും മൈമൂനയും അല്ലാത്ത സകല ഭാര്യമാരുമുണ്ട്. ഒരു കാറ്റിങ്ങനെ തഴുകുമ്പോ 10 മീറ്റർ അടുത്ത് നിന്ന് നമ്മൾ നബിയോട് സലാം പറയും. പടച്ചോനെ, അങ്ങനെ ഒരു രംഗം നമുക്കെല്ലാവർക്കും നൽകണേ റബ്ബേ. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസംഗം കഴിഞ്ഞിട്ട് ഉമ്മ കരഞ്ഞുവത്രേ. കരഞ്ഞ് തളർന്നിട്ടാണ് അത്രേ ഉറങ്ങിയത്. അപ്പൊ പറയാണ്, ദുൽഹിജ്ജ 4-ന്റെ രാത്രി ഉറങ്ങുമ്പോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു. ഉമ്മ എന്റെ മുമ്പിൽ എന്ന് പറയാം, ഹബീബായ പ്രവാചകരുടെ നൂറാനിയത്തിന്റെ നെഞ്ചിനോട് കിടക്കുന്ന ഒരു ഷാൾ. ഉസ്താദ്മാരൊക്കെ ഷാൾ ഇടുന്നുണ്ടല്ലേ? ആ ഷാൾ ഉത്തരീയമെടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. ഞാനതെന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അതെന്തൊരു സുഗന്ധമാണ്, അതെന്തൊരു പരിമളമാണ്. ഞാൻ ഞെട്ടി ഉണർന്നു ഉസ്താദേ. റൂമിൽ മുഴുവനും മണമാണ്, റൂമിൽ മുഴുവനും മണമാണ്. ആ പർദ്ദയാണിത്, ആ പർദ്ദയാണിത്. ഞാനത് മാറ്റിയില്ല. ദുൽഹിജ്ജ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8-നാണിത്. യൗമുത് തർവിയയുടെ ദിവസമാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് ആ മണമിങ്ങനെ ആ പർദ്ദയില്. നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതൊരാണാണെങ്കില് കെട്ടിപ്പിടിച്ചുമ്മ വെക്കാമായിരുന്നു. അതൊരു ഉമ്മയാണ്. എന്റെ മൂക്കില് ആ മണമിങ്ങനെ കയറുന്നു. അത് മജ്മുഅ അത്തറിന്റെ മണമല്ല, അത് ജന്നത്തുൽ ഫിർദൗസ് അത്തറിന്റെ മണമല്ല, അത് റോയൽ മിറ സ്പ്രേയുടെ മണമല്ല.
ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്ക് വാക്കുകൊണ്ടത് പറയാൻ പറ്റണില്ല. എന്താണ് ആ മണമെന്ന്? ഹബീബിന്റെ ഷാളിന്റെ മണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഉമ്മാക്ക് ആളെ ബോധിപ്പിക്കാനാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോഴേ പറയായിരുന്നു. അമ്മനോട് പറഞ്ഞു, ആരോടും പറയണ്ടട്ടോ, അതൊരു സ്വകാര്യ നിധി കുംഭം പോലെ നെഞ്ചിൽ സൂക്ഷിച്ചു. അവർ സയ്യിദല്ല, പണ്ഡിതയല്ല, പണക്കാരിയോ ഇല്ല. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ഉമ്മ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കിയത്? 3 ചോദ്യം ചോദിച്ചു. അതിനവര് കൃത്യമായ ഉത്തരം പറഞ്ഞു. ഞാനങ്ങ് കരഞ്ഞു, പൊരുത്തപ്പെടണേ ഉമ്മ. ഞാൻ അവരെ പിന്നെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചില്ല. കാരണം രാജാവ് എഴുന്നള്ളിയത് കണ്ട രാജാവിന്റെ ശരീരത്തിലെ ഷാള് നെഞ്ചു ചേർത്തു പിടിച്ച രാജകുമാരിയാണ്. പ്രണയമേ, ഇന്നത്തെ